നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാരാജുവിന്റെ തട്ടിക്കൊണ്ടുപോകൽ വിവാദം പൊളിയുന്നു. കലാരാജു CPM ഓഫീസിൽ ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പാർട്ടി. അവർ ബാങ്കിന്റെ അവരുടെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള വാഗ്ദാനം ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതെന്ന് കലാരാജു. കൌൺസിലർ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലെന്ന് CPM. അല്പസമയത്തിനകം രഹസ്യമൊഴി രേഖപ്പെടുത്തും. വയനാട്ടിലെ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ. പാലക്കാട് ബ്രൂവറി വിവാദം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള കമ്പനിക്കെന്ന് രമേശ് ചെന്നിത്തല. ഡൽഹി മദ്യനയ കേസിലെ സമാന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. മദ്യനയത്തിൽ ഗവൺമെന്റ് വരുത്തിയ മാറ്റം കേജ്രിവാളിനെ ജയിലിലാക്കി. നിങ്ങളത് മറികടക്കാൻ വേണ്ടി മദ്യനയം പ്രഖ്യാപിച്ചു. ടൂറിസത്തിന്റെ മറവിൽ 74 ബിയർ വൈൻ ഷോപ്പുകൾക്ക് അനുമതി നൽകിയ വിജ്ഞാപനം അഴിമതിയെന്നും ആരോപണം. മന്ത്രി MP രാജേഷ് പാലക്കാട്ട്. വീട്ടിലേക്ക് മാർച്ച് നടത്തി മഹിളാ മോർച്ച. കോൺഗ്രസ് CPI അനുകൂല ജീവനക്കാരുടെ സമരത്തിൽ പ്രവർത്തനം നിലച്ച സർക്കാർ ഓഫീസുകൾ. ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടി കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സർക്കാർ ജീവനക്കാർക്ക് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ. വാഴ്ത്തുപാട്ട് പാടിയവരെ കൊണ്ട് വിലാപകാവ്യം രചിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. അതിരപ്പിള്ളി വനത്തിൽ മുറിവേറ്റ ആന വീണ്ടും കാടുകയറി. കണ്ടെത്താൻ തീവ്ര ശ്രമം. ദൌത്യം വലിയ വെല്ലുവിളിയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. 4 മണിയോടെ ഇന്നത്തെ ദൌത്യം നിർത്തും. കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊന്നയാളെ കണ്ടെത്താനാകാതെ പോലീസ്. കൊല്ലപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്ന് നിഗമനം. PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. നടപടി ആലുവയിൽ 11 ഏക്കർ അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് അൻവർ. ന്യൂസ് 18 കേരളത്തിന് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര തിളക്കം. മികച്ച കുട്ടികളുടെ പരിപാടിയുടെ അവതാരകൻ S. അദ്വൈത്. പുരസ്കാരം ന്യൂസ് 18 കുട്ടികളുടെ പരിപാടി പാഠം 4. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. മധ്യവർഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക. ആദായ നികുതി പരിധി 10 ലക്ഷമാക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥന. പ്രചാരണ രംഗത്ത് സജീവമായി രാഹുൽ ഗാന്ധി. സ്വർണ്ണവില കുതിക്കുന്നു. പവന് 60,000 കടന്ന്. ഓഹരി വിപണിയിലും വൻ മുന്നേറ്റം. വാർത്തയിലേക്ക് വിശദമായി. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സാമ്പത്തിക ബാധ്യതകൾ അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി കലാരാജുവിന്റെ സംഭാഷണത്തിലുണ്ട്. ഇപ്പൊ എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ അവരുടെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താണെന്ന് പറയട്ടെ, ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി അത് തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതൽ നമുക്ക് ചേച്ചി ഒരു നിമിഷം ആരോട് 10 രൂപ ചോദിക്കുന്നില്ല, അങ്ങനെയൊന്നും ചോദിക്കില്ല. നമ്മളങ്ങനെ തരതാണ് അതല്ല ഇതിട്ട് കഴിഞ്ഞാൽ നമ്മള് സമൂഹം ഞാൻ എന്റെ വീട്ടില് അമ്മ ഓപ്പറേഷൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാ. ഫോൺ
ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതാ. ഇതൊക്കെ ആൾക്കാർക്ക് സംശയത്തിന് ബ്രെയിൻ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ബ്രെയിൻ വാഷ് സ്വിച്ച് ഓഫ് ചെയ്തേക്കും. അപ്പൊ ഇവിടുന്ന് ഒരു കോള് വരരുത്, അത്ര ഉണ്ടായിരുന്നു. ചേച്ചി ഒരു നിമിഷം ഈ ഒരു ചേച്ചി ചേച്ചി ഇന്നൊരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ചേച്ചി പ്രവർത്തില്ല. അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുക ചെയ്തേ ഒന്നുമല്ല. വിലക്കെടുക്കുക അവരുടെ കൂടെ എത്രയോ വർഷമായിരുന്നു. TNJന്റെ കൂടെ കോൺഗ്രസ് JCP എത്ര വർഷമായി. ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതെന്നാണ് കലാരാജുവിന്റെ പ്രതികരണം. അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ അടിച്ച ഒടുക്കി വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു നേതാക്കന്മാര് പോലും എന്തെങ്കിലും കാലം ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ അവര് മറുപടി പറയുന്ന കേട്ടെ എത്ര നീചമായിട്ടുള്ള മറുപടിയാ പറയുന്നത്. നമ്മളെ അത് ഭീഷണിപ്പെടുത്തി അവരെടുത്ത ക്ലിപ്പാണത്. അവിടെ ചെന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ പയ്യനില്ലേ, വിജയിലേക്ക് എന്ന് പറഞ്ഞൊരു SFIയുടെ നേതാവാണ്. അവനാണ് വടിയായിട്ട് പുറകെ നിന്നിട്ട് പിള്ളേര് പുറത്തുണ്ട്. അപ്പൊ എനിക്ക് പിള്ളേര് എവിടെയാണെന്ന് സേഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കലാരാജുവിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ആശുപത്രിയിൽ അവർ ബന്ധനസ്ഥയാണെന്നും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെന്നും തട്ടിക്കൊണ്ടുപോയത് നാട്ടുകാർ കണ്ടതാണെന്നുമാണ് അനൂപ് ജേക്കബിന്റെ പ്രതികരണം. കലാരാജ് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം ആദ്യം പത്രക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെന്താ പറഞ്ഞു? അതിൽ ഈ PB രതീഷിന്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ഫെബീഷിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ അവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആൾ ഒരു വനിതയാണ്. ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ്. ആർക്കാണ് കോൺഗ്രസിന്റെ UDF ആരെല്ലാം കേസിൽ പ്രതിയാക്കണം അവിടെ എല്ലാം പേര് വരും. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അവരിപ്പോൾ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ബലമായ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ്, അവർ തന്നെ പറഞ്ഞതാണ്. ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവര് മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ്. അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ്. ആ ദൃശ്യങ്ങളുടെ പൂർണ്ണമായ വസ്തുത പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ആ ദൃശ്യങ്ങൾ എങ്ങനെ അവർ സംസാരിച്ചു, ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തി അവരെ ചുറ്റും നിർത്തി സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതികളുണ്ടാവും. അവിടെ ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടുവന്നാവാം. അത് ഇവിടെ ഇന്നലെ അസംബ്ലിയിൽ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഞങ്ങളിത് ഉന്നയിച്ചത്. അവിടെ നടന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ട ദൃശ്യങ്ങളാണ്. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുറ്റും മനുഷ്യർ നിന്ന് അവർക്ക് പറയുന്നതിന് പരിമിതികളുണ്ടാവും. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചതാവാം. അതുകൊണ്ട് ആ ദൃശ്യങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലേക്ക് കടക്കരുത്. കലാരാജുവിന്റെ രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും ചേരുകയാണ്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഭീഷണിപ്പെടുത്തിയെടുത്ത ദൃശ്യങ്ങൾ എന്നതാണ് അനൂപ് ജേക്കബ് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായ ഒരു സംസാരത്തിന്റെ ദൃശ്യങ്ങളായാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങൾ പറഞ്ഞതിനുള്ള ന്യായീകരണം എന്ന നിലയിലാണോ CPM ഈ ദൃശ്യങ്ങളെ അവതരിപ്പിക്കുന്നത്? എന്താണ് ഈ കലാരാജുവിൻ്റേതുൾപ്പെടെ ഈ വിഷയത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമുള്ള നിലപാട്? ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരും അവരുടേതായ വിശദീകരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രധാനമായും തന്നെയും ഇതിൽ ദൃശ്യങ്ങളുടെ പ്രതിരോധത്തിലായത് കോൺഗ്രസും UDFുമാണ് സ്വാഭാവികമായും. അതുകൊണ്ട് ഇവർ ഇതിൽ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നേരത്തെ അനൂപ് ജേക്കബ് MLA മറ്റും പറഞ്ഞതുപോലെ തന്നെയാണിത്. ഈ ദൃശ്യങ്ങളുടെ ഒരു ആധികാരികത, ഏത് സാഹചര്യത്തിൽ ചിത്രീകരിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കണമെന്ന് പറയുന്നു. അതുതന്നെയാണ് നേരത്തെ കലാരാജു പ്രതികരിച്ചപ്പോഴുണ്ടായത്. അവർ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി
ഇത് തന്നെ കൊണ്ട് പറയിച്ചു എന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയിലും അതെല്ലാം തന്നെ പ്രതിഫലിച്ചേക്കാമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ UDF പറയുന്നത് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നതിനും എല്ലാം തന്നെ നിരവധി പേർ സാക്ഷികളാണ്. പലരെയും നോക്കി നിൽക്കെ തന്നെയാണ് ഇവരെ വലിച്ചഴിച്ച കാറിലേക്ക് കൊണ്ടുപോയതെന്ന് അവർ പറയുന്നുണ്ട്. ഈ പാർട്ടി ഓഫീസിലേക്ക് ചെന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചിത്രീകരണവും മറ്റും നടന്നത്. അത് അവിടെ ഭീഷണിപ്പെടുത്തി പറയിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്നതാണ് UDF അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. എന്നാൽ CPM പറയുന്നു ഇതിൽ തങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച കാര്യങ്ങളുടെ കൃത്യമായ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുറത്തു വിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇതിൽ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്, സാമ്പത്തികമായ ഒരു നേട്ടം തന്നെയാണ് ഇതിന് പിറകിലുള്ളത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ ബാങ്ക് വായ്പ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ പാർട്ടിക്ക് തന്നെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കൂടിയായ CN മോഹനും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഇവർ ബാങ്ക് വായ്പ എടുത്തിരുന്നു, അതിനുശേഷം അതൊരു കുടിശ്ശികയിലേക്കും മറ്റും കാര്യങ്ങൾ പോകുന്നു. വലിയ രീതിയിലുള്ള ഒരു നടപടി നേരിടുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് ചില കാര്യങ്ങൾ ഇവർ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇടപെടുന്നതിൻ്റെ ഒരു കാലതാമസമുണ്ടായി. അതിൽ വളരെ വേഗത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതൊരു സഹകരണ ബാങ്കും അതിൻ്റെ ചട്ടങ്ങളുടെ എല്ലാം തന്നെ നിർവചനത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ അതിനുള്ളൊരു സാവകാശം ഇവർ കാണിച്ചില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പകരം കോൺഗ്രസുമായുള്ള ഒരു ചങ്ങാതത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കണ്ടതെല്ലാമാണെന്നാണ് CPM ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുകയാണ്. ആജ്ഞ, രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും എന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രഹസ്യമൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. എന്താണ് കലാരാജുവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? ഇന്ന് നേരിട്ടെത്തിയായിരിക്കുമോ രഹസ്യമൊഴി നൽകുക? 2:30 കലാരാജു കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയിട്ടുണ്ട്. അല്പം മുൻപ് ജഡ്ജ് അവിടേക്ക് പോവുകയും ചെയ്തു. അത് രഹസ്യമൊഴിയുടെ നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 2 ദിവസമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഇന്നലെ മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ വരെ കോലഞ്ചേരി വരെ, എറണാകുളത്ത് നിന്നും കോലഞ്ചേരി വരെ വരാനുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമൊഴി നൽകാൻ ഇന്നലെ എത്തില്ല. അതേസമയം മജിസ്ട്രേറ്റ് അങ്ങോട്ടേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ കോടതി ക്രമങ്ങൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കേസുകളൊക്കെ തീരാനുള്ളത് കൊണ്ട് ഇന്നലെ മജിസ്ട്രേറ്റും എത്തില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നത്. ഇന്ന് ആംബുലൻസിൽ തന്നെയാണ് കലാരാജുവിനെ കൊച്ചിയിൽ നിന്നും എറണാകുളത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് കോലഞ്ചേരി 1ാം ക്ലാസ് സർവീസ് കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും 2:30 ഈ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് 2:30 കോടതി വീണ്ടും പുനരാരംഭിച്ചപ്പോൾ തന്നെ കലാരാജുവിനെ രഹസ്യമൊഴിയെടുക്കാൻ കോടതി മുറിക്കുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും പൂർണ്ണമായിട്ടും ഈ കേസിൽ ഇനി എന്തൊക്കെ വെട്ടിരികളാണ് ഉണ്ടാകാനുള്ളത്, അതല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇനി ചുമത്താനുള്ളത്, ആർക്കൊക്കെ എതിരെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു ശേഷം ഉണ്ടാകും. എന്തായാലും എറണാകുളം DCC പ്രസിഡന്റും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവിനുമെതിരെ അടിമർത്തിക്കും മുഹമ്മദ് ഷിയാസിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലത്തിൽ പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പോലീസിനോട് അതിക്രമം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. അതിന്റെ പ്രതിഷേധവും കോൺഗ്രസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ വെടിയെടുപ്പുമായി ബന്ധപ്പെട്ട് ആജ്ഞ രവീന്ദ്രനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി മഹിളാ മോർച്ച. മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കാടാങ്കോട്ടെ വസതിയിലേക്കായിരുന്നു മാർച്ച്. പോലീസിന് നേരെ പ്രവർത്തകർ പ്ലാസ്റ്റിക് കുടങ്ങൾ വലിച്ചെറിഞ്ഞു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ സമരത്തെ ചൊല്ലി സഭയിൽ വാക്പോരും പ്രതിപക്ഷത്തിന്റെ രൂക്ഷ പരിഹാസവും. ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സർക്കാരിന് പൂർണ്ണ അവഗണനയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ ഉറപ്പ്. നിയമസഭയിലും നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട്. ആനുകൂല്യങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നുവെന്നാരോപിച്ച് സർക്കാർ ജീവനക്കാർക്ക് പിന്തുണയുമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ റൂൾ 50 നോട്ടീസ് കൊണ്ടുവന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു: സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ്
ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാറ്. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? രാജസദസ്സിലെ വിദൂഷകരോടാണ് വാഴ്ത്തുപാട്ടുകാരെ പ്രതിപക്ഷ നേതാവ് ഉപമിച്ചത്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശവും. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരിക. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് മറക്കുകയും ചെയ്യുന്ന UDFന്റെ ശൈലിയല്ല ഇടതുമുന്നണിക്കെന്ന് ധനമന്ത്രിയുടെ മറുപടി. പറഞ്ഞതിലും അപ്പുറം ജീവനക്കാർക്ക് ഇടതു സർക്കാർ നൽകും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയും സർക്കാർ ആലോചിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് സർക്കാർ മുന്നോട്ട് പോകും. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDFനെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വെട്ടിക്കുറച്ച് DA കുടിശ്ശിക നൽകണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF CPI അനുകൂല സർവീസ് സംഘടനകളുടെ പണിമുടക്ക്. CPM BJP അനുകൂല സർവീസ് സംഘടനകൾ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സമരത്തിൽ പങ്കുചേർന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതിനെ തള്ളിക്കൊണ്ടാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലും സമരക്കാർ പ്രതിഷേധ ജാഥ നടത്തി. UDFനെ അനുകൂലിക്കുന്ന 15 സർവീസ് സംഘടനകളും ഭരണമുന്നണിയിൽ നിന്നും CPI അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലുമാണ് സമരം നടത്തുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക വെട്ടിക്കുറച്ചത് പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണെന്നും 75% ജീവനക്കാരും പണിമുടക്കിയെന്നും സമരം ചെയ്യുന്ന സംഘടനകൾ അവകാശപ്പെട്ടു. സർക്കാർ ജീവനക്കാർ ഏതാണ്ട് 65%-ലധികം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയിരിക്കുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനല്ലെന്നും ജീവനക്കാരുടെ ജീവിത സമരമാണിതെന്നുമായിരുന്നു ജോയിന്റ് കൌൺസിൽ നേതാക്കളുടെ പ്രതികരണം. അന്തരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടാണ് മഞ്ജുഷ. നവീൻ ബാബുവും മഞ്ജുഷയും NGO യൂണിയൻ സജീവ പ്രവർത്തകരായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു. അതേസമയം സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്ക് ഓഫീസുകളിൽ പോലീസ് സംരക്ഷണം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. മണിയാർ വൈദ്യുതി കരാറിൽ രണ്ടഭിപ്രായവുമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും നിയമസഭയിൽ. BOT കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി സർക്കാർ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ വൈദ്യുതി മന്ത്രിയെ മുഖ്യമന്ത്രി തിരുത്തി. പദ്ധതി തിരിച്ചെടുക്കാൻ കമ്പനിക്ക് KECB നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. 30 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറാണ്ടം കമ്പനിക്ക് ഇനി പദ്ധതിയിൽ അവകാശമില്ലെന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ നിലപാട്. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും നിയമസഭയിൽ മന്ത്രി തുറന്നു പറഞ്ഞു. കാർബറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് നയിച്ച മണിയാർ ചെറുകിട വൈദ്യുതിയുടെ ബൂട്ട് കാലാവധി ദീർഘിപ്പിക്കുന്നത് പ്രത്യക്ഷമായി പൊതുമേഖലാ സ്ഥാപന KECBയിൽ നിന്ന് നഷ്ടമുണ്ടാക്കുകയും അത് പരോക്ഷമായി വൈദ്യുതി ചാർജ് വർധനയുടെ പൊതുജനങ്ങളുടെയും ബാധിക്കാനിടയെന്ന് KECBL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 വർഷത്തെ കാലാവധി കഴിഞ്ഞതിനാൽ മേൽപ്പറഞ്ഞ പദ്ധതി ഏറ്റെടുക്കുന്നതിനായി KECBL കാർബറാണ്ടം കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു വരികയാണ്. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറാണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനായിരുന്നു KECB തീരുമാനം. അടുത്ത മാസം മുതൽ ബില്ല് നൽകും. മന്ത്രിയുടെ ഈ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയത്. വ്യവസായ വകുപ്പോ വൈദ്യുതി വകുപ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾക്ക് അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം, അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്റ്റീവ് ജനറേഷൻ യൂണിറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നത്. അത്തരം ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പൊതുവായ നയം. അവർക്ക് വേണ്ട വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം KECBക്ക് നൽകണം എന്നുള്ള ഒരു ഭാഗമുണ്ട്. 12ഓളം ജലവൈദ്യുത കരാറുകളെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാറിനടക്കം ഈ തീരുമാനം തിരിച്ചടിയാണെന്നും
പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ മേഖലയിൽ അല്പസമയത്തിനകം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടങ്ങും. നേരത്തെ ആന വനത്തിനുള്ളിലേക്ക് പോയതോടെ ദൌത്യം താൽക്കാലികമായി നിർത്തിയിരുന്നു. CB അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ തന്നെ 4 മണിക്ക് ദൌത്യം അവസാനിപ്പിക്കുമെന്നും അറിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതീക്ഷകൾ എങ്ങനെയാണ്? രേണുക, ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ ഈ ആന നിൽക്കുന്നു എന്ന് കരുതുന്ന സ്ഥലത്തിനടുത്തേക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്കായിട്ട് പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ നിന്ന മലനിരയുടെ മറുവശമാണുള്ളത്. അപ്പോൾ ഇവിടെ ആന എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു പരിശോധന. വൈകുന്നേരം 5 മണി വരെ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം എന്താണെങ്കിലും ഇന്നത്തെ നീക്കം അവസാനിപ്പിച്ചതായിട്ടും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആന എവിടെയെന്ന് കണ്ടെത്തി അതിന് ട്രാക്ക് ചെയ്ത് അടുത്ത ദിവസം ഈ ദൗത്യം പുനരാരംഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. മാധ്യമങ്ങൾക്ക് ഇതുവരെ മാത്രമാണ് പ്രവേശനമുള്ളത്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ കടക്കരുതെന്ന നിർദ്ദേശമാണ് അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. എത്ര ആയാസകരമാണ് ആ ദൗത്യമെന്ന് മനസ്സിലാകുന്നു. അനുമോദ് തന്നെ നല്ല ക്ഷീണത്തിലാണ്. മല നല്ല ഉയർച്ചയുള്ള ഭാഗത്തേക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതിനുശേഷം ആനയുണ്ട് എന്ന് കരുതുന്നിടത്തേക്കാണ് ദൗത്യസംഘം നീങ്ങുന്നത്. ഇന്ന് സ്പോട്ട് ചെയ്തിട്ട് നാളെ ദൗത്യം നടത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അനുമോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടർ എൻ രാജേന്ദ്രനെ കോഴിക്കോട് DMO സ്ഥാനത്ത് നിന്ന് വീണ്ടും നീക്കി. പകരം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചു. പുതിയ കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാ ദേവിയെയും നിയമിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഏറെ നാടകീയമായ രംഗങ്ങൾക്ക് വിധേയമായതാണ് ഈ സ്ഥലമാറ്റവും തുടർന്നുള്ള നടപടികളുമൊക്കെ. ഒരു കസേരയ്ക്കായി 2 പേർ തമ്മിലുള്ള അടി എന്ന തലത്തിൽ വരെ എത്തിയതാണ്. ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണോ ഈ ഉത്തരവിലൂടെ? രേണുക, വീണ്ടും മാറ്റമുണ്ടാകുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് DMO ആരാകണമെന്നുള്ള തർക്കം സർക്കാരിന് നാണക്കേടായി മാറിയിരുന്നു. ഒരു ഓഫീസിൽ 2 പേർ DMO കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്ന തരത്തിൽ അവിടെ എത്തിയത് വലിയ വിമർശന വിധേയവും കോടതിയുടെയും ട്രിബ്യൂണലിലെയും ഇടപെടലിലേക്കും കാര്യങ്ങൾ പോയതാണ്. ഇപ്പോൾ വീണ്ടും അതിലൊരു തീരുമാനം. ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DHS ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് ആ ഉത്തരവ് ഇറങ്ങിയത്. അതിലാണ് കോഴിക്കോട് DMOക്ക് വീണ്ടും മാറ്റമുണ്ടായിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രാജേന്ദ്രനെ തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായി മാറ്റി ആരോഗ്യവകുപ്പ് വിജിലൻസിലേക്കാണ് മാറ്റി നിയമിക്കുന്നത്. അതിന് പകരം നേരത്തെ അവിടെ ഇദ്ദേഹവുമായി ഈ സ്ഥാനത്തിനു വേണ്ടി തർക്കമുണ്ടായ ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി വീണ്ടും നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ്. അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തെളിവെടുപ്പിന് വിളിച്ചിരുന്നു. ആ തെളിവെടുപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും ഗുരുതരമായ രോഗാവസ്ഥ കണക്കിലെടുത്ത് അനുകമ്പാർഹമായ കാരണത്താലും വിരമിക്കാൻ 1.5 വർഷം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് കണക്കിലെടുത്തുമാണ് ആശാദേവിക്ക് ഹോം സ്റ്റേഷനായ കോഴിക്കോട് ജില്ലയിലേക്ക് വീണ്ടും നിയമനം നൽകുന്നതാണ് ഈ ഉത്തരവ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ജില്ലകളിലെ കൊല്ലം അടക്കമുള്ള ജില്ലകളിലെ DMOമാരുടെ കാര്യത്തിലും സ്ഥലം മാറ്റമുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രനാണ്. രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് അദ്ദേഹത്തെ മാറ്റുന്നതിനും കാരണം ഇതിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരുന്ന അവസരത്തിൽ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന അപേക്ഷ അടിസ്ഥാനത്തിലാണ് സർക്കാർ വളരെ അനുകമ്പാർഹമായ സമീപനം സ്വീകരിച്ചാണ് രാജേന്ദ്രനെ കോഴിക്കോട് DMO നിയമിച്ചതെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇത് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഇനി ഡോക്ടർ എൻ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അതോ അദ്ദേഹത്തെ കൂടി കണക്കിലെടുത്തുള്ള തീരുമാനം എന്ന നിലയ്ക്ക് പ്രശ്നം ഇതോടുകൂടി അവസാനിക്കാനാണോ സാധ്യത?
അതിനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇതിൽ ഉത്തരവിൽ പറയുന്നത് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് മകളുടെ ഉപരിപഠനാർത്ഥം അന്യസംസ്ഥാനത്താണ്, അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് തുടരേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് മാത്രമല്ല അവിടെ സീനിയറായ ഒരു ഡോക്ടർ സേവനം തിരുവനന്തപുരത്ത് വേണം. ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മാറ്റുകയാണ് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. സ്വാഭാവികമായി ഇത് വായിക്കുമ്പോൾ അദ്ദേഹം ഇതിന് ഈ ഒരു മാറ്റത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി വിജിലൻസിലുണ്ടായ ഡോക്ടറെയും ഒക്കെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ ബന്ധുക്കളുടെ അസുഖമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശാദേവിയെ മാറ്റുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവൊക്കെ വന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടവർ കോടതിയിൽ പോവുകയോ ട്രിബ്യൂണലിൽ സമീപിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വലിയ കസേര കളി എന്ന് പറഞ്ഞ് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ശരി, എന്തായാലും ഇനി തീരുമാനം എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കാത്തിരിക്കാം. ഈ ഉത്തരവിൽ അദ്ദേഹം തൃപ്തനാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കും.